ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3, ഫിലിപ്പിയൻസ് അതിൻ്റെ 3-ാം അധ്യായം. ഫിലിപ്പിയ ലേഖനം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞിട്ടാണ്. സ്തോത്രം. പെന്തക്കോസ്ത് അനുഭവത്തിലാണെങ്കിലും ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിക്കാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. 3:5 മുതലുള്ള തിരുവചന ഭാഗമാണ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. എൻ്റെ അല്പസാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആ തിരുവചന ഭാഗം എടുക്കുന്നത്. സ്തോത്രം. ആ തിരുവചന ഭാഗത്തിൻ്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ആ തിരുവചനത്തിൻ്റെ പ്രത്യേകത 12 അപ്പോസ്തലന്മാരിൽ വളരെ വ്യത്യസ്തനായിട്ട് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്. പൗലോസിനെ അപ്പോസ്തലന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഈ ഒരു കാര്യമാണ്. അത് 1 കൊറിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം. 1 കൊറിന്ത്യർ ഫിലിപ്പിയ ലേഖനത്തിൽ കൈവയ്ക്കുക. 1 കൊറിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം എടുക്കുക. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവേൻ. മതി. സ്തോത്രം. എന്ന് വിശുദ്ധ പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോപ്പി മീ ആസ് ഐ കോപ്പീഡ് ജീസസ്. വിശുദ്ധൻ്റെ പ്രത്യേകത ഒരു മതതീവ്രവാദിയായിരുന്നു. കറതീർന്ന ദൈവമക്കൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ പൗലോസ്. ആ പൗലോസ് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ തൊടേണ്ടവൻ തൊടേണ്ടതുപോലെ സ്പർശിച്ചപ്പോൾ ആ സ്പർശനം ലഭിച്ച വിശുദ്ധ പൗലോസിൻ്റെ ആന്തരിക കണ്ണു തുറന്നു. കണ്ണിൽ നിന്ന് ചിതമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നു പോയെന്നാണ് വചനം. അതായിരുന്നു പൗലോസിൻ്റെ മൂടുപടം. ആ സ്വർഗീയ ദർശനത്തിൽ ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞ പൗലോസ് ആ താഴെ കിടന്ന് ചോദിക്കുക, ലോർഡ് ഹൂ ആർ യു? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ആ കർത്താവിനെ തൻ്റെ സ്വന്തമായി സ്വീകരിച്ചപ്പോൾ ഗലാത്യ ലേഖനത്തിൽ തിമോത്തിസിന് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധം പറയുന്നുണ്ടോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് ബോധമുണ്ടെന്ന്. ഹല്ലേലൂയ. ആ പൗലോസ് പിന്നെ കർത്താവിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന പീഡകൾ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ തൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യത്തിൽ നമ്മൾ തുടർന്ന് കാണാൻ പോകും. അതിനു മുമ്പ് പൗലോസ് ഒരു കാർബൺ കോപ്പി അല്ലായിരുന്നു. യേശുക്രിസ്തുവിനെ അതേപോലെ ഒപ്പിയെടുത്ത വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധൻ ഇന്നും ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് നമ്മുടെ മുമ്പിൽ ചലഞ്ചാണ്. നമ്മളിൽ എത്ര പേർക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും, ഞാൻ യേശുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക? തൻ്റെ ഇടം ഉണ്ടോ? ഇറ്റ്സ് എ ചലഞ്ച്. ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ഇത്ര തൻ്റെ അടുത്തോടെ പറയാൻ പറ്റില്ല. അതാണ് പൗലോസിൻ്റെ പ്രത്യേകത. 12 ജ്ഞാനികളെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. അതിലൊരു ജ്ഞാനി അവിശുദ്ധൻ. അവിശുദ്ധൻ പറയണേ, ഞാൻ യേശുവിനെ അനുകരിക്കുന്നത് പോലെ. സ്തോത്രം. എന്തിനും ഏതിനും തുമ്മിയാത്തിരിക്കുന്ന മൂക്കുമായിട്ടിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചലഞ്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ പൗലോസ് സാക്ഷ്യം പറയും. ബൈബിളിലുള്ള പൗലോസ് സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവേ, നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സകലതും ഉള്ളവനായിരുന്നു. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ സകലതും ചപ്പും ചവറുമായി എണ്ണി. ഹല്ലേലൂയ. പൗലോസിൻ്റെ സുവിശേഷ വേലയിൽ പൗലോസിൻ്റെ സമ്പാദ്യം ഒരു ചർമ്മലേഖിതവും പുതപ്പുമായിരുന്നു. അന്നത്തെ കാലത്ത് ഗവൺമെൻറ് പൗലോസിനെ റെയ്ഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഒരു ചർമ്മലേഖിതവും ഒരു പുതപ്പും.
ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന പൗലോച്ചന്മാരുണ്ടല്ലോ, ബൈബിളിൽ ഇല്ലാത്ത പൗലോച്ചന്മാർ സാക്ഷ്യം പറയുമ്പോൾ ഇത് ഇങ്ങനെ പറയും. ഇനി എന്നെ ശ്രദ്ധിക്കണേ. എൻ്റെ കർത്താവേ, നീ എന്നെ വിളിച്ചപ്പം ഞാൻ ഒന്നും ഇല്ലാത്തവനായിരുന്നു. നിന്റെ പേരും പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്നത് എനിക്ക് എടുത്തോണ്ട് നടക്കാനേ വയ്യ. പൗലോസ്, വിശുദ്ധ പൗലോസ് ചപ്പും ചവറുമായത് ആണ് ഇപ്പോഴത്തെ ആധുനിക പൗലോച്ചന്മാർ ശ്രേഷ്ഠമായിട്ട് എണ്ണിയെടുത്ത് പോക്കറ്റ് നിറച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്ത് കരങ്ങൾ മുറുക്കി പിടിക്കും. മുറുക്കി പിടിച്ചിട്ടോ സുവിശേഷ വേലയിൽ ഒന്നും അടിച്ചു മാറ്റരുതെന്ന് പറഞ്ഞു. ഈ ആധുനിക യുഗത്തിലെ പൗലോച്ചന്മാരെ ഗവൺമെൻറ് റെയ്ഡ് ചെയ്തില്ലേ അല്ലേ? ഈ ഈടി വന്നിട്ട് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചു മാറ്റിയത്, അടിച്ചു മാറ്റിയത്. സ്തോത്രം. ഇതല്ലേ എവിടെ കൊണ്ടേ ഒളിപ്പിച്ച കർത്താവിൻ്റെ പേരും പറഞ്ഞ എത്ര പൗലോച്ചന്മാർക്ക് ഈ ഭൂമിയിൽ ഒത്തിരി ശ്രേഷ്ഠന്മാരുണ്ടല്ലോ. എൻ്റെ പൊന്ന് ശ്രേഷ്ഠ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ എന്നെ അനുകരിക്കാൻ? ഇത്തിരി പൊളിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് ശേഷം ആരെങ്കിലും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലി 1%, ഒരേ ഒരു വ്യക്തിത്വം ബൈബിളിലുള്ളത്. നോട്ട് ഈവൻ യേശുവിൻ്റെ അമ്മ. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മയേക്കാൾ കർത്താവിന് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്. അങ്ങനെ മറ്റാരെയും അനുകരിക്കരുത്, വിശുദ്ധ പൗലോസിനെ മാത്രം. ഹല്ലേലൂയ. കാരണം പൗലോസ് ട്രൂ കോപ്പിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്ത് മുറുക്കി പിടിച്ച് മുഖത്തോട് നോക്കിയിട്ട് പറ, നീ വെറും കാർബൺ കോപ്പിയാണെന്ന് പറ. അങ്ങനെയെങ്കിലും അഹങ്കാരം ഒന്ന് പോട്ടെ. എല്ലാം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും. ഞാനാ വലുത്, ഞങ്ങളാ വലുത്, നിങ്ങൾ ഒന്നുമല്ല. നീ മസിൽ പിടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നീ ഒന്നുമല്ല, ഒരുത്തനും വലുതല്ല. ഈ ഭൂമിയിൽ ഒരേ ഒരാൾ മാത്രം വലിയവൻ, എൻ്റെ കർത്താവ് യേശു. ഓ സന്തോഷമുള്ള മക്കളും കരങ്ങളടിച്ച് എൻ്റെ കർത്താവിനുള്ള മഹത്വം കൊടുത്തേ. കരങ്ങളടിച്ച കർത്താവേ, നീ ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. അങ്ങ് മാത്രം വലിയവൻ, അങ്ങ് മാത്രം ശ്രേഷ്ഠൻ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. ആ വിശുദ്ധൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ദേവദാസ, ഫിലിപ്പിയർ 3:5 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഇനി മറ്റൊരു കാര്യം, ഇത് ഓഫ് ചെയ്ത് നോക്കണം. ഇതിടയ്ക്ക് കരയാൻ അനുവദിക്കരുത്. സൈലൻറ്റിൽ ഇട്ടോളൂ. സ്തോത്രം. എന്തായാലും സൈലൻ്റ് ആകുമ്പോൾ ചിലർ ഫോണൊക്കെ വൈബ്രേഷനിലാണ്. അതിങ്ങനെ ഫോൺ കോൾ വരും എന്നും പറഞ്ഞ് നിന്നെ അവിടെ ഇരുത്താത്ത വിറവൽ പനി ചിലപ്പോൾ ഇത് തന്നിരിക്കും. അതും ആ വൈബ്രേഷൻ കേട്ട് ഇറങ്ങിപ്പോകല്ലേ. നീ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഫോണുള്ള സർക്കസ് നമുക്ക് തൽക്കാലം വേണ്ട. ഹല്ലേലൂയ. ദൈവശബ്ദം മാത്രം കേട്ടാൽ മതി. ഫിലിപ്പിയ ലേഖനം 3:5 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ. സ്തോത്രം. കാണേണ്ടവനെ കണ്ടപ്പോൾ, അറിയേണ്ടവനെ അറിഞ്ഞപ്പോൾ, 3-ാം നാളിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന്. 8-ാം നാളിൽ പരിച്ഛേദനമേൽക്കണമെന്നുള്ളത് യഹൂദൻ്റെ നിയമമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ ശിശുസ്നാനമല്ല സ്വീകരിക്കേണ്ടത്, വിശ്വാസ സ്നാനമാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാം, ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് പാപമാണ് കണ്ണയെന്ന് പറ. ശിശുക്കളെ, എൻ്റെ പൊന്നപ്പച്ച പൊന്നമ്മച്ചി, ഇവൻ ഏതെങ്കിലും ഒരു അച്ഛൻ എന്നെ കേൾക്കുന്നുണ്ട്, എൻ്റെ പള്ളിയിലെ ഇടവക വികാരി അച്ഛാ, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുത്. മനസ്സിലായോ? വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്താൻ. അതാണ് കർത്താവിൻ്റെ കൽപ്പന.
അപ്രകാരം മൂന്നാം നാളിൽ ആന്തരിക കണ്ണു തുറന്നു കിട്ടിയ പൗലോസ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ശ്രേഷ്ഠന്മാരും അച്ഛന്മാരും, പ്രത്യേകിച്ച് CSIയിലെയും മാർത്തോമായിലെയും പുരോഹിതന്മാർ സത്യം പറഞ്ഞ രഹസ്യത്തിൽ സ്നാനപ്പെട്ട അച്ഛന്മാർ പൊങ്ങാനായി കാത്തിരിപ്പുണ്ട്. എൻ്റെ പൊന്നച്ച, അച്ഛൻ അറിഞ്ഞ സത്യം അച്ഛൻ്റെ ഇടവകയിലെ അച്ഛന്മാരോട് ആടുകളോട് പറയച്ച. ഈ അച്ഛൻ ഇത് ആരെയാ പേടിക്കണേ? അച്ഛൻ ആരുടെ തൊഴിലാളിയാ? സ്തോത്രം. ഞാൻ കർത്താവായ യേശുവിൻ്റെ വേലക്കാരനാ. എൻ്റെ ബോസ് യേശുവാണ്. അവൻ്റെ കൽപ്പനയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. സ്തോത്രം. അച്ഛാ, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ അവരെ പഠിപ്പിക്കേണ്ടത് കർത്താവ് ആരാണെന്ന് അറിഞ്ഞ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നൊരു പ്രായമില്ലേ, അപ്പോഴാണ് അതുങ്ങളെ സ്നാനപ്പെടുത്തേണ്ടത്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട്. CSIയിലെ അച്ഛന്മാർ അവരുടെ അതേ ഡ്രസ്സിൽ ഈവൻ 1 ബിഷപ്പ് കൂടെയുണ്ട്. പുഴയിൽ ഇറങ്ങി ആടുകൾക്ക് സ്നാനം കൊടുക്കുന്ന ഫോട്ടോ. അപ്പോഴാച്ചാ, സ്തോത്രം, കർത്താവിനെ അനുസരിക്കാൻ അറിയാം അല്ലയോ? അങ്ങനെ ചെയ്യണോ വെച്ചാ ഈ ഉടുപ്പൊന്നും ഊരിക്കളയണ്ട. അത് നല്ലൊരു ഡ്രസ്സാണ്. സ്തോത്രം. വെറുതെ ഈ കുടവണ്ടിയൊക്കെ കാണിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ചിലർ ഉടുപ്പിട്ടാലും കുടവണ്ടി ഇങ്ങനെ ചാടി പുറത്ത് കിടക്കും. അത് വേറെ കാര്യം. അതൊരു സ്പെഷ്യൽ എക്സ്ട്രാ അഭിഷേകമാണ്. അതിരിക്കട്ടെ. ഹല്ലേലൂയ. അനുസരണത്തിലാണ് കാര്യം ഇരിക്കുന്നത്. വിളിച്ചവൻ്റെ കൽപ്പനയാണ് അനുസരി. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ. അടുത്തത് ഇസ്രായേൽ ജാതിക്കാരൻ. കർത്താവിൻ്റെ സ്വന്തം ജനമായിരുന്നു വിശുദ്ധ പൗലോസ്. ഇന്നും ഇസ്രായേൽ അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് എന്ത്? ഇസ്രായേൽ. ഹല്ലേലൂയ. വലിയ കൊലകമ്പന്മാർ പോലും ആ രാജ്യത്തെ ഇന്ന് ഭയപ്പെടുക. സ്തോത്രം. നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത. ആ രാജ്യത്തെക്കാൾ, ആ യഹൂദന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് പുതിയ നിയമ ഇസ്രായേലായ നമ്മളാണ് ശരിക്കും എബ്രാപ്പച്ചൻ്റെ ആത്മീയ പുതിയ നിയമ ഇസ്രായേൽ. സ്തോത്രം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തിട്ട് പറ, നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ജനമാണെന്ന് പറ. അങ്ങനെയെങ്കിലും ഒരു രോമാഞ്ചം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇപ്പോഴും പഠിപ്പിക്കുക. ഇനി കർത്താവ് വരാൻ അധികം സമയമില്ല. സ്തോത്രം. റോമൻ കത്തോലിക്ക സഭയിലെ ചില അച്ഛന്മാർ പരസ്യമായിട്ട് പറയുകയാണ്, കർത്താവ് ഡയറക്റ്റായിട്ട് സ്ഥാപിച്ചതാണ് കത്തോലിക്ക സഭയെന്ന്. എൻ്റെ പൊന്നച്ച, വെറുതെ കള്ളം പറയല്ലേ. സ്തോത്രം. ഈ കത്തോലിക്ക സഭ വന്നത് ഇന്നലെയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. സ്തോത്രം. പെന്തക്കോസ് ദിനത്തിലാണ് സഭയുടെ ഇനാഗുറേഷൻ നടന്നത്. അത് കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ റോമൻ കത്തോലിക്ക സഭയെന്ന് പറയുന്ന ഒരു സഭ ഉണ്ടായത് തന്നെ. ഹല്ലേലൂയ. ജനത്തിൻ്റെ കണ്ണി പൊടിയിടല്ലേ അച്ഛന്മാരെ. അവർ ഈ തിരുവചന സത്യം എന്നറിയുന്നോ അവരന്ന് സ്വതന്ത്രരാകും. സത്യം നിങ്ങളറിയും. സത്യം നിങ്ങളെ ഈ പുസ്തകമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ആ സത്യം ജനത്തിനെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ. അടുത്തത് ബെന്യാമിൻ ഗോത്രക്കാരൻ. യാക്കോബിന് എത്ര മക്കളാ? 15 മക്കളാണ് യാക്കോബിനുള്ളത്. അനക്കം തുടങ്ങി. എത്ര മക്കള്? ഒച്ചത്തി പറ, ജീവൻ തുടിക്കുന്ന രീതിയിൽ വേണം. 12 പ്ലസ് 1 12 ആണും 1 പെണ്ണും. പൗലോസ് തൻ്റെ കുടുംബ പാരമ്പര്യം പറയേ.
അത് കുടുംബ പാരമ്പര്യം പറയുന്ന രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്യാസ് സ്റ്റൗ ആണ്, നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ. ഈ സ്റ്റൗവിൽ 2 ഫർണസ്, 1, 2. ഒന്നിൽ ഞാൻ മൺചട്ടിയിൽ അയിലക്കറി വെച്ചിരിക്കുകയാണ്. ഇവിടെ പ്രഷർ കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. 2 പേർക്കും തുല്യ തീയ കൊടുത്തിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അയിലക്കറി കുളു 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 എന്ന് തിളക്കാൻ തുടങ്ങി. അയിലക്കറി തിളച്ചത് അയിലന്തരത്തുകാർ ആരുമേ അറിഞ്ഞില്ല. ഇങ്ങനെ കുളു 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 എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രഷർ കുക്കറിൻ്റെ ലക്ഷണം മാറി. അതിൻ്റെ അകത്ത് ചൂട് കയറിയപ്പോൾ, അഗ്നി കയറിയപ്പോൾ ഉണ്ടല്ലോ, ഉടനെ ഈ കുളു കുളു എന്ന് പറഞ്ഞ ഈ മൺചട്ടി ഇതെവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? അങ്ങനെ നോക്കി, പിന്നെ ഇതെവിടുന്ന്? നീയാ? ഉടനെ പറയാം, ഒന്ന് മിണ്ടാതിരുന്നു കൂടെ, നാട്ടുകാരെ കൂടെ തലയിടിപ്പിക്കാനായിട്ട്. ഞങ്ങൾക്കാർക്ക് ഇത്രയും പിന്നെ ഇളക്കം വിളപ്പമൊന്നുമില്ല, നിനക്ക് മാത്രം. അങ്ങനെ പറ. ഒരു 5 ശീ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ പറയണേ, ഞാൻ ചട്ടി. പാരമ്പര്യം പറയും, ഞാൻ ചട്ടി, എൻ്റെ അപ്പൻ ചട്ടി, എൻ്റെ അമ്മ ചട്ടി, എൻ്റെ പെങ്ങൾ ചട്ടി, എൻ്റെ അളിയൻ ചട്ടി, എൻ്റെ അമ്മാവി ചട്ടി, എൻ്റെ അമ്മാവൻ ചട്ട്, ഞങ്ങളെല്ലാവരും പാരമ്പര്യമായിട്ട് ചട്ടികളാണ്. കുറേ പ്രഷർ കുക്കർ പറയണേ, എൻ്റെ ചട്ടി നിന്നെപ്പോലെ ഒരു ചട്ടിയായിരുന്നു ഞാൻ നിൻ്റെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഷേപ്പിങ്ങനെ. ഹല്ലേലൂയ. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന മക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങുമ്പോൾ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങും. ആരാധിക്കുന്നത് ദേശം അറിയും. അനുഭവമുള്ള മക്കൾ ആ പെന്തക്കോസ് അനുഭവങ്ങൾക്ക് കരങ്ങളടിച്ച് എൻ്റെ കർത്താവിനെന്ന് മഹത്വം കൊടുത്ത്, ഓ എന്നെ കേൾക്കുന്ന ജനമേ, ആ പെന്തക്കോസ് അനുഭവം ആരുടെയെങ്കിലും കുത്തകയല്ല, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ആത്മാവിൻ്റെ നിറമാണ്. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. യെസ്. പെട്ടെന്ന് കരങ്ങൾ കൊടുത്തേ, കരങ്ങൾ കൊടുത്തേ. ചട്ടിന്ന് കാല് വലിക്കാൻ പറ. അഭിഷേകം ഇല്ലാത്ത ഒരു ആരാധനയിലും കയറിയിരിക്കരുത് എൻ്റെ പൊന്നെ. സ്തോത്രം. പെന്തക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുള്ളവൻ വിവരം അറിയും. അവൻ ആരാധിക്കുന്നത് ദേശം അറിയും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും എത്രയോ സഭകളാണ് കത്തിക്കുന്നതെന്ന് അറിയാമോ? നീ എത്ര കണ്ട് കർത്താവിൻ്റെ സഭയെ കത്തിച്ചാലും നീ ഒരു സൈഡ് കൊണ്ട് കത്തിക്കൂ, ഒരു സൈഡ് കൊണ്ട് കർത്താവിനെ പണിത് വരും. ഹല്ലേലൂയ. ഓ സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവിൻ്റെ സഭയെ ആർക്കും തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സഭയുടെ തലവൻ യേശു ക്രിസ്തുവാണ്. ആ സഭയെ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെന്തക്കോസ് അനുഭവമാണ്. അല്ലാതെ പെന്തക്കോസ കാർ എന്നും പറഞ്ഞൊരു കാറില്ല. സ്തോത്രം. അങ്ങനെ ഒരു കമ്പനി ഇതേവരെ ഒരു കാർ ഇറക്കിയിട്ടില്ല. സ്തോത്രം. അനുഭവമാണ്. അനുഭവമുള്ള ഒത്തിരി സഹോദരങ്ങൾ CSI കൂട്ടായ്മയിലുണ്ട്, മാർത്തോമ കൂട്ടായ്മയിലുണ്ട്, യാക്കോബ കൂട്ടായ്മയിലുണ്ട്, ഓർത്തഡോക്സ് കൂട്ടായ്മയിലുണ്ട്, ലാറ്റിൻ കൂട്ടായ്മയിലുണ്ട്, സിറിയൻ കൂട്ടായ്മയിലുണ്ട്. ഹല്ലേലൂയ. അതൊരു അനുഭവമാണ്. എന്നാൽ ആ സത്യം അറിഞ്ഞ് പലരും രഹസ്യത്തിൽ സ്നാനപ്പെട്ട് ഇരിപ്പുണ്ട്. ഇപ്പോഴവരുടെ പാരമ്പര്യം, സ്തോത്രം, ഈ കാറുകളൊന്നുമല്ല. യാക്കോബ കാർ, ഓർത്തഡോക്സ് കാർ, CSI കാർ, മാർത്തോമ കാർ, ഈ കാറൊന്നുമല്ല. രഹസ്യത്തിൽ അവർ ഹൃദയത്തിൽ കർത്താവിനെ പൂജിക്കുകയാണ്. ഇവിടെ ഒരു സാധനമുണ്ട്. എന്തുവാണെന്നറിയാവോ? പറ. നട്ടല്ലേ. ചിലർക്ക് നട്ടിലുണ്ടെങ്കിലും അത് ചീഞ്ഞ പിണ്ടിയ, വാഴപ്പിണ്ടി. സ്തോത്രം. ഇഫ് യു റിസീവ്ഡ് എ ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ, കർത്താവിൻ്റെ കരസ്പർശനം ഏറ്റിട്ടുണ്ടെങ്കിൽ നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുത്തുകൊണ്ട് പറയണം, ഞാനൊരു പെന്തക്കോസ് അനുഭവമുള്ള മകനാണ്, മകളാണെന്ന്. ലജ്ജിക്കരുത്. അപ്പോൾ യാക്കോവിൻ്റെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ വിശുദ്ധൻ വരുന്നത്. അടുത്തതായിട്ട് പറയുന്നത്
എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. എബ്രായൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുന്നവൻ, മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവനാണ് വിശുദ്ധ പൗലോസ്. പക്ഷേ ക്രിസ്തു ആരാണെന്ന് പൗലോസിന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് മൂകവിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഞാൻ പള്ളിയിലെ പുരോഹിതനായിരുന്നു. ആശാരി ഉണ്ടാക്കുന്ന വിഗ്രഹം ജനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാനതിനെ വെള്ളം തളിച്ച് ആശീർവദിച്ച് ജനത്തിന് കൊടുക്കുമ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യനിർമ്മിതമായ ഒന്നിലും ദൈവം വസിക്കുന്നില്ല. കർത്താവ് അരൂപിയാണ്. ഇന്ന് വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന കർത്താവും മാതാവും ഒക്കെ ഇല്ലേ, സ്തോത്രം, അവരാരും ശരിക്കും കർത്താവല്ല, ശരിക്കും യേശുവിൻ്റെ അമ്മയുമല്ല. ഇന്ന് യേശുവിൻ്റെ അമ്മയുടെ രൂപമൊന്ന് കാണണം. സ്തോത്രം. ഓരോരോ രാജ്യത്തിൻ്റെ സംസ്കാരം അനുസരിച്ചാണ്. ഒരു കറുത്ത മാതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറുത്ത മാതാവ് ആഫ്രിക്കയിൽ ചെന്നാൽ കാണാൻ പറ്റും. സ്തോത്രം. ഇപ്പോൾ യൂട്യൂബിൽ കറങ്ങുന്ന ഒരു വലിയൊരു വീഡിയോ ഉണ്ട്. യേശു നമ്മൾ കണ്ട ഈ സുന്ദരക്കുട്ടപ്പനായ സായിപ്പല്ല, ഇപ്പോൾ വരുന്ന കർത്താവ് നല്ല ഒരു ഡാർക്ക് കളറിലുള്ള കർത്താവാണ്. ആ കർത്താവ് ഇപ്പം AI കർത്താവാണ് എണീറ്റ് വരുന്നത്. വന്നിട്ട് ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കുക. നമ്മളൊക്കെ ഇതേ കർത്താവ് ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കണത് അത് AI കർത്താവാണ്. സ്തോത്രം. മനുഷ്യനിർമ്മിതമായ ഒന്നിലും ദൈവം വസിക്കുന്നില്ല. വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയിലെ കർത്താവാണെന്ന് തമ്പായി ഈശോ എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ പൊന്നുമക്കളെ, അത് യേശു അല്ല. യേശുവിൻ്റെ സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സാണത്. ഇത് പള്ളിയിൽ അച്ഛൻ പറയത്തില്ല, അദ്ദേഹത്തിന് പേടിയാണ്. ഇനി അദ്ദേഹം അഥവാ പറഞ്ഞാൽ പള്ളിയിലിരിക്കുന്ന നേർച്ചപ്പെട്ടിയല്ല എടുത്തു മാറ്റേണ്ടായിട്ട് ഒരു ബിസിനസ്സാണേ. ഹല്ലേലൂയ. യഹൂദൻ എബ്രായൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോഴത്തെ പോപ്പ് ഈ കഴിഞ്ഞ ദിവസം തുർക്കിയിൽ സന്ദർശനം നടത്തിയപ്പോൾ ബ്ലൂ മൗണ്ടിൽ മുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോപ്പിനെ ക്ഷണിച്ചു. പോപ്പ് പോയില്ല. സ്തോത്രം. കാരണം പോപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് കിടപ്പുണ്ട്. ജീവനുള്ള ദൈവം ആരാണെന്ന്, ജീവനുള്ള ദൈവം യേശുവാണെന്ന് ഇപ്പോഴത്തെ പോപ്പിനറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് യേശുവിൻ്റെ അമ്മ സഹരക്ഷകയല്ല എന്ന്. പല പോപ്പുകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ പോപ്പ് കുറച്ച് തൻ്റെ ഇടമുള്ള പോപ്പാണ്. ഇങ്ങനെ തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള അഭിഷേകമുള്ളവരെയാണ് കർത്താവിന് വേണ്ടത്. അല്ലാതെ അവരെന്നെ വിചാരിക്കും നമ്മളെല്ലാം എങ്ങനെ സൗഹാർദ്ദമൊക്കെ കൊള്ളാം. പക്ഷെ നീ എങ്ങാനും അവരുടെ ആലയത്തിൽ പോയി മുട്ടുമടക്കിയാൽ നീ പിശാചിൻ്റെ മുമ്പിലാണ് മുട്ടുമടക്കുന്നേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചവനായിരുന്നു വിശുദ്ധ പൗലോസ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് കുഞ്ഞിൻ്റെ അരയിൽ 28 കെട്ടാൻ പോയ നിന്നെ കർത്താവ് വലിച്ചു കയറും. സ്തോത്രം. 28 കെട്ട് 28 കെട്ട് ആ ചരടൊക്കെ കെട്ടുന്നില്ലേ? പറയുന്നത് എന്താണെന്ന്, കുഞ്ഞിൻ്റെ അര ഒതുങ്ങാനാ ചരട് കെട്ടുന്നതെന്ന്. അയ്യോ, 99 ആയില്ലേ, ഇതുവരെ ഒതുങ്ങിയില്ലേ? സ്തോത്രം. സകല മന്ത്രച്ചരടുകൾക്കും കർത്താവ് എതിരാണ്. ജാതികളുടെ ആരാധനയാണത്. സ്തോത്രം. കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ കയറുമ്പം ഇപ്പോഴും പറയാം, വലത് കാലി വെച്ച് തന്നെ കയറണേ, വലത് കാലി വെച്ച് തന്നെ കയറണേ. ഇടത് കാലി വെച്ച് കയറിയാൽ എന്ത് പറ്റും? ഇടത് കാലി ഇല്ലെങ്കിൽ വലത് കാലി വിവരം അറിയും. ഇപ്പോഴും സമയങ്ങൾ നോക്കുന്നവരുണ്ടോ? സ്തോത്രം. ജാതികളുടെ നമ്മളൊക്കെ അവരുടെ മിങ്കിളുമായിട്ട് കിടക്കുന്ന കാരണം ഇതൊക്കെ ഇത് നമ്മളുടെയൊക്കെ ആചാരമാണ്. അല്ലല്ല, നീ കറക്റ്റായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മൂക വിഗ്രഹങ്ങളുടെ മുമ്പിലും വ്യർത്ഥമായ ആചാരങ്ങളുടെ മുമ്പിലും നിന്നെ കണ്ടുപോകരുത്.
ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴും തൂക്കം കാണാൻ പോകുന്നവരുണ്ട്. സഹോദരി, ഇതിൻ്റെ അടുത്ത് ആരൊക്കെ ഇങ്ങനെ തൂക്കുന്നത് കാണാൻ, ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കതേ. സ്തോത്രം. ഉള്ളിൻ്റെ ഉള്ളിൽ നീ വിട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പുറമേ നീ സ്റ്റാച്ചു ഒന്നും വെച്ച് ആരാധിക്കുന്നില്ല, പക്ഷെ പണ്ട് ചെയ്ത ഒരു കാര്യം ഉള്ളിലും കിടക്കുക. അതുകൊണ്ട് അവരുടേതായ ആലയത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കറുത്തമ്മാവൻ നിന്നെ കാണുന്നുണ്ട്. നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അടുക്കളയിൽ കൂടെ അവൻ കയറും. ഹല്ലേലൂയ, സ്തോത്രം. നിലവിളക്കിലും മുകളിൽ കുരിച്ചുകൊണ്ട് വെച്ചാലും മറ്റേ ആൾ കയറും. പിശാചിന് കുരിശൊന്നും പേടിയില്ലേ? സ്തോത്രം. അതുകൊണ്ട് ജാതികളുടെ ഒന്നും തന്നെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് വേണ്ട. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തേ. ഛർദിച്ച് കളഞ്ഞത് എടുത്ത് തിന്നല്ലെന്ന് പറ. അങ്ങനെയെങ്കിലും ഇത്തിരി നാണം ഉണ്ടാകട്ടെ. ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഒരു സ്വാമി ഇരുന്ന് ക്രിസ്ത്യാനിയെ വെല്ലുവിളിക്കുന്നു. POC ബൈബിൾ ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ ക്രിസ്ത്യാനികളെ, ഈ ബൈബിളാണ് സത്യമെങ്കിൽ, ഈ ബൈബിളിലെ യേശു ദൈവമാണ് സത്യമെങ്കിൽ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? അതിങ്ങ് തിരിച്ചതാന്ന്. വല്ലതും അറിയാവോ? സ്തോത്രം. ചെയ്തു കൂട്ടുന്ന മുഴുവനും ജാതീയ ആരാധനയാണ്. അത് തെറ്റാണെന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് നോക്കണം. ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചവനാണ്. അടുത്തത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. പരീശൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം, ദൈവത്തിൻ്റെ വചനം വള്ളി പുള്ളി തെറ്റാതെ വചനം പറയുന്നത് പോലെ ജീവിക്കുന്നവൻ. പൗലോസിന് ബൈബിൾ അറിയാം. ഗമാലിൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രത്തിൻ്റെ കൈക്കീഴിൽ വചനം പഠിച്ചവനാണ്. ഹല്ലേലൂയ. ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ പൊന്നച്ചന്മാരെ, ജനത്തിനെ ചതിക്കരുത്. ഈ പുസ്തകം തന്നത് തർക്കിക്കാനല്ല, ജീവിക്കാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴും ചില അച്ഛന്മാർ വചനം പറ, വചനം കാണിക്കുക, വചനത്തിൽ കാണിക്കുക, വചനത്തിൽ കാണിക്കുക, വചനത്തിൽ. നിങ്ങൾക്ക് എപ്പോഴും ബൈബിൾ 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 എന്നും പറഞ്ഞ് കളിയാക്കല്ലേ എൻ്റെ മനുഷ്യ. സ്തോത്രം. ഇത് തന്നത് ജീവിക്കാനാണ്. ഈ പുസ്തകം തന്നത്, എഴുതി തന്നത്. ഇനി മറ്റൊരു കാര്യം, ചിലർ പഠിപ്പിക്കുന്നത് ബൈബിള് എഴുതി കൊടുത്തത് റോമൻ കത്തോലിക്ക സഭയാണെന്ന്. ഇച്ചിരി പൊളിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞ ബൈബിൾ എഴുതി തന്നത് റോമൻ കത്തോലിക്ക സഭയാണെന്ന്? അങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിൻ്റെ വിരോധമായി ഞങ്ങളിൽ നിന്നോ സ്വർഗത്തു നിന്നൊരു ദൂതം വന്ന് പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. 40 വ്യക്തികളെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. എന്നാൽ ആലോചന പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പുസ്തകം ക്രോഡീകരിക്കാൻ പല വ്യക്തികളെ കർത്താവ് എടുത്ത് ഉപയോഗിച്ച്, അതിൽ റോമൻ കത്തോലിക്ക സഭയിലെ ചില ശ്രേഷ്ഠന്മാർക്ക് അതിനുള്ളൊരു അവസരം കിട്ടി. ആ അവസരം മുതലെടുക്കില്ലേ പൊന്നച്ച, ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടിയതെന്ന്. എന്തിനാണ് ഈ കള്ളം പറയണേ? സ്തോത്രം. ഞാനിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ചിലർക്ക് ഒന്ന് എന്നെ കൈ കിട്ടിയാൽ വലിച്ചിക്കാനൊക്കെ തോന്നി. അവിടെ ഇരുന്ന് ഞെരുവിരി കൊള്ളത്തേ ഉള്ളൂ. യു വിൽ നെവർ ടച്ച് മീ. നിനക്ക് എന്നെ തൊടാൻ പറ്റില്ല. കാരണം ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിന്നെ തൊടത്തില്ല എന്ന്. കാരണം മോശയോടെ ഇരുന്നത് പോലെ ഞാനും നിന്റെ കൂടെ കൃപ ലഭിച്ച മക്കളൊന്ന് കരങ്ങളടിച്ച് എൻ്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ആ മനുഷ്യ ഭയമാവുന്ന കെണി വിട്ടു മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവ് എഴുതി തന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതറിയുന്ന, ഇത് പഠിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ശ്രേഷ്ഠത.
അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. സ്തോത്രം. ഒശയ്യയുടെ പുസ്തകം ഒശയ്യ 4:6 എന്ന് വായിച്ചേ. ഒശയ്യ 4:6. താഴ്ത്തു വായിക്കേ പാസ്റ്റർജി. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായകയാൽ, സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രത്യേകത സഭയെന്നാ പറഞ്ഞത്? ഈ ലോകത്തുള്ള സകല കൂട്ടായ്മയെ നോക്കി കർത്താവ് പറയും എൻ്റെ ജനമെന്ന്. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കരങ്ങൾ കൊടുത്തേ. വീട്ടിലിരിക്കുന്നവരും കരങ്ങൾ കൊടുത്തത് പറ, നമ്മൾ കർത്താവിൻ്റെ ജനമാണെന്ന് പറ. കർത്താവിന് സ്തോത്രം. ഈ ജീവൻ്റെ പുസ്തകം അത് കർത്താവിൻ്റെ കയ്യിൽ മാത്രം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കേ. ഭൂമിയിലെ ഒരു സഭയുടെ കയ്യിൽ ജീവൻ്റെ പുസ്തകം മാത്രം കൊടുത്തിട്ടില്ല. പള്ളിയിലെ രജിസ്റ്ററൊക്കെ കാണുമായിരിക്കാം, പക്ഷേ ജീവൻ്റെ പുസ്തകം കർത്താവിൻ്റെ കയ്യിലാണ്. ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കയ്യിലാണ് കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ല, പെന്തക്കോസ്തക്കാർ ഔട്ടായിരിക്കും. സ്തോത്രം. ആ പുസ്തകം ആരുടെ കയ്യിലാണ്? അവനും അവൻ്റെ കുടുംബക്കാരുടെ പേര് മാത്രമേ ആ പുസ്തകത്തിൽ ഉണ്ടാവുകയുള്ളൂ. ജീവൻ്റെ പുസ്തകം കർത്താവിൻ്റെ കയ്യിലാണ്. അതിൽ പേരെഴുതപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം ഐസിൽ കൊണ്ടേ ഇടുമെന്നല്ല പറഞ്ഞ, പിന്നെയോ തീപ്പൊയ്യിൽ ഇടുന്ന പറഞ്ഞ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനായി ദൈവം ഉപയോഗിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ഒരു സഭയുടെ കുത്തകയല്ല. അപ്പോൾ ഗമാലിൻ്റെ കൈക്കീഴിൽ വചനം പഠിച്ചവനാണ് വിശുദ്ധ പൗലോസ്. അടുത്തത് ശുഷ്കാന്തിയെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഹല്ലേലൂയ. പൗലോസിന് ഈ ശുഷ്കാന്തി എവിടുന്ന് കിട്ടിയെന്ന് നമ്മൾ അറിയണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇനി പാസ്റ്ററായി. യഹൂദ മതത്തിലെ എൻ്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ആ കേൾവി? ശുഷ്കാന്തിയെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് പൗലോസിന്റെ പേര് കേൾക്കുമ്പോഴേ ജനത്തിന് വിറവലാണ്. ഇന്നിപ്പോൾ ഹമാസിന്റെ പേര് കേൾക്കുന്ന പോലെ. സ്തോത്രം. എന്ത് ക്രൂരതയാ ചെയ്തു കൂട്ടുന്നത്. ഇപ്പോഴും നൈജീരിയയിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോഴും കർത്താവിൻ്റെ മക്കൾ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ്. സ്തോത്രം. നമ്മളൊന്നും അറിയുന്നില്ല. നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ആരാധിക്കാൻ ഒരാലയമുണ്ട്. അതുങ്ങൾ കയറിക്കിടക്കാൻ വീട് പോലും, അതുപോലും കത്തിച്ച് ജീവനോടെ അമ്മയും കുഞ്ഞുങ്ങളെയും വെടിവെച്ച് തള്ളുകയാണ്. ഈ ഒരു വർഷം തന്നെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് നൈജീരിയയിൽ മതതീവ്രവാദികൾ കൊന്നൊടുക്കിയത്. സ്തോത്രം. നൈജീരിയയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ക്രൈസ്തവരായ നമ്മളെ, സ്തോത്രം, ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ആരുടെ പേരിലാണെന്നറിയാവോ? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? അതാണ് പ്രത്യേകത. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഈ ദൈവത്തെ, എന്നാൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അരൂപി നമ്മുടെ മധ്യത്തിലുണ്ട്. അനുഭവമുള്ള മക്കൾ, കർത്താവേ, ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ നിന്നെ ആരാധിക്കുവാൻ നീ ബലി തന്ന കൃപയ്ക്കായി സ്തോത്രം. കരങ്ങളടിച്ച് 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 ആ ബന്ധനമൊന്ന് മാറട്ടെ, ആ ഭയം വിട്ട് മാറട്ടെ, ആ ആത്മനിറവ് അല്ലല്ല ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ, കൂട്ടായ്മയിലേക്ക് ഇറങ്ങട്ടെ, കുടുംബത്തിലേക്ക് ഇറങ്ങട്ടെ, ദേശങ്ങളിലേക്ക് ഇറങ്ങട്ടെ, രാജ്യങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യമുള്ള ഒരുത്തനെ നിനക്ക് ഒതുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഐ വിൽ ഫൈറ്റ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. മതതീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ ഒരു തീവ്രവാദിയായിരുന്നു
വിശുദ്ധ പൗലോസ്. പൗലോസിന്റെ ഒറ്റ ചിന്ത ഭൂമിയിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുക. ഹിറ്റ്ലറിന്റെ ചിന്ത എന്തായിരുന്നു? ഭൂമിയിൽ നിന്ന് യഹൂദന്മാരെ തുടച്ചു മാറ്റുക. അതേ ശുഷ്കാന്തിയായിരുന്നു പൗലോസിന്. ഈ ശുഷ്കാന്തി എവിടുന്നാ കിട്ടിയെന്നറിയാവോ? പിതൃ പാരമ്പര്യത്തിൽ നിന്ന്. ഹല്ലേലൂയ. എന്താണ് ആ പാരമ്പര്യം? യഹൂദ മതം മാത്രം സത്യമാണ് പൗലോച്ച, ബാക്കിയുള്ള എല്ലാത്തിനും തട്ടിക്കൊടാന്നുള്ള ആ കുടുംബത്തിൽ നിന്നുള്ള എരിവാണ് പൗലോസിനെ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ കിട്ടിയ സ്ക്രൂ. ഇന്നും എന്നെ കേൾക്കുന്ന സഹോദര, നീ പെന്തക്കോസ് അനുഭവമുള്ള മക്കൾക്ക്, നിന്റെ അപ്പന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് എതിരാണെങ്കിൽ, സ്തോത്രം, ഒരു കാര്യം നീ ഓർത്തോ, അവരെ വിളിച്ചത് ഏതെങ്കിലും ഈ വഴിയെ പോയ പാസ്റ്ററല്ല. അവരെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവരെ വിളിച്ചത് ജീവനുള്ള ദൈവമാണെങ്കിൽ, അല്ലെ ഈ ലോകം മുഴുവനും അവർക്കെതിരെ വന്നാൽ, അല്ലെ കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കൃപ ലഭിക്കട്ടെ, കൃപയാൽ നിറയട്ടെ. ഓ സ്തോത്രം. കുടുംബങ്ങളിലേക്ക് ആ ഭയം വിട്ടു മാറട്ടെ, ആ ദുഷ്ടശക്തി വിട്ടു മാറട്ടെ, ദേശത്തുനിന്ന് ആ ദുഷ്ടശക്തി വിട്ടു മാറട്ടെ. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പിതൃ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ശുഷ്കാന്തി കിട്ടിയത്. ഇപ്പോഴും ചില അച്ഛന്മാര് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാറുണ്ട്. ഞാൻ അങ്ങനെ പഠിപ്പിച്ചനോ. ശുഷ്കാന്തിയെ സംബന്ധിച്ച് പൗലോസിനെ പോലെ ഞാനും സഭയെ, പെന്തക്കോസ് സഭയെ ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പുച്ചൻ സഭയിലെ ഒരു പുരോഹിതനായിരുന്നു ഞാൻ. 22 വർഷം ആ സഭയിലുണ്ടായിരുന്നു. അതിൽ 9 വർഷം കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാനഗുരുവായി പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എൻ്റെ കർത്താവ് എന്നെ ഈ പെന്തക്കോസ് അനുഭവത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ പള്ളികളിൽ, രൂപതകളിൽ, ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. ഇപ്പോഴതിൻ്റെ സീസണാണ്. ഇതിപ്പോൾ ക്രിസ്മസ് സീസണാണല്ലോ. ചില പള്ളികളൊക്കെ ധ്യാനം നടക്കുക. അങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിൽ ഒരു ദിവസം യേശുവിൻ്റെ അമ്മയ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അന്നാണ് പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. സ്തോത്രം. ഈ നെയ്യാറ്റിൻകര രൂപത തുടങ്ങിയപ്പോൾ, നെയ്യാറ്റിൻകരയല്ലേ ഇവിടെ അല്ലേ? ഈ രൂപത തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് സാമുവൽ ബിഷപ്പ് അന്ന് നെയ്യാറ്റിൻകര കത്തീഡ്രൽ പള്ളിയിൽ, ടൗൺ പള്ളിയിൽ 3 പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അന്ന് എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചത് വിൻസെൻ്റ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നെ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ബിഷപ്പ് എന്നോട് പറയണേ, ക്രിസ്പനച്ച, നമ്മളുടെ ഈ ഇടവകയിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് അച്ഛൻ വന്നൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് അവസാനം കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു. എൻ്റെ പൊന്നുമകനെ, കർത്താവിൻ്റെ സഭയെ നീ ഉപദ്രവിക്കാൻ പോകല്ലേ. സ്തോത്ര. നീയാ പോകത്തില്ല, പോകുന്നവരെങ്കിലും പോട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചാൽ അവൻ നിന്നെ തൊടും. ദൈവത്തിൻ്റെ മക്കളെ തൊടുന്നവന് കർത്താവ് തൊടും. അതിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത്. എന്നെ പോലെ കപ്പുച്ചൻ സഭയിൽ വേറൊരു അച്ഛനെ കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ജോസഫ് പുത്തമ്പുര, നിങ്ങൾ കേട്ടു കാണാതിരിക്കാം. കോമഡി അച്ഛൻ, ഇക്കിളിപ്പെടുത്തുന്ന അച്ഛൻ, വളിപ്പൻ അച്ഛൻ, ഇതൊക്കെ ഒത്തിരി ടൈറ്റിലൂടെയാണ് ജോസഫ് പുത്തമ്പുരെ അറിയുന്നത്. എൻ്റെ 2 വർഷം ജൂനിയറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഈ കഴിഞ്ഞിടക്ക് ജോസഫ് പുത്തമ്പുരയ്ക്കൽ ദൈവമക്കളെ ഒന്ന് ഉപദ്രവിക്കാൻ ചെറുതായിട്ടൊന്ന് മാന്തി. ഞാൻ ജോസഫിനെ JCB വെച്ച് മാന്തി. അത് വൈറലായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് കയറി കാണണേ. സ്തോത്രം.
ജോസഫും മാന്യതയേ ഉള്ളു. ഞാൻ ദൈവമക്കളെ പോകുന്ന സ്ഥലത്തെല്ലാം ഇവരെ ഉപദ്രവിക്കുകയാണ്. ഈ വലിയ തുറ പള്ളിയിൽ, സ്തോത്രം, അവിടെ OLG നഗറുണ്ട്, വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുരിശടിയാണത്. അവിടെ 4 പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. 3 പ്രാവശ്യം ചെന്ന് 3 പ്രാവശ്യം ദൈവമക്കൾക്ക് പെന്തക്കോസ്തിനെതിരെ സംസാരിച്ചു. 4-ാം പ്രാവശ്യം ചെന്നപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ടടുത്ത ആശ്രമം കിടക്കാനായിട്ട് പോയപ്പോൾ 2 മീൻ പിടിക്കാൻ പോകുന്ന സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ 2 മിനിറ്റ് തരണേ, ഒന്ന് സംസാരിക്കണം. ഞാൻ മൃഗമോ എന്താ? കഴിഞ്ഞ 3 വർഷം വന്ന അച്ഛൻ ഞങ്ങളെ കീറി, പെന്തക്കോസ്തക്കാർ, അച്ഛൻ്റെ വാക്കിൽ പറഞ്ഞ പെന്തക്കോസ്തക്കാരെ കീറി. 4-ാം പ്രാവശ്യം വന്നു, ഇപ്പോഴും ഞങ്ങളെ കീറി. അച്ഛാ, ഇത് അച്ഛൻ്റെ ഒടുക്കത്തെ കീറലാണ്. അച്ഛാ അതെന്നെ, അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അച്ഛനൊരു കറതീർന്ന പെന്തക്കോസ്ത് അച്ഛനാക്കും. അച്ചിട്ട പോലെ സംഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, പെന്തക്കോസ്തക്കാർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പോകരുത്. ഈ കറുത്ത പുസ്തകമായ ആര് വീട്ടിൽ വരുന്നോ അവനെ വീട്ടിൽ കയറ്റരുത്. അതായത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുതെന്ന്. അവരമ്മയില്ലാത്ത മക്കളാ. സ്തോത്രം. കർത്താവില്ലെങ്കിലും റോമൻ കത്തോലിക്കാർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ മാതാവിനിട്ട് വിട്ടൊരു കളിയില്ല മകനെ. ചോദിക്കുന്നത് ഇങ്ങനെയാ, അമ്മയില്ലാതെ മകനുണ്ടോ? എൻ്റെ പൊന്ന് സഹോദര സഹോദരിയെ, ഈ അമ്മയായ യേശുവിൻ്റെ അമ്മ മറിയം ജനിക്കുന്നതിന് മുമ്പ് ഈ പുത്രനുണ്ട്. അതറിയില്ലേ? ആ പുത്രൻ തന്നെ പറയുക, എബ്രഹാത്തിന് മുമ്പേ ഞാനുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കോണം. മനുഷ്യപുത്രനായ യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയം. ദൈവപുത്രനായ യേശുവിന് അമ്മയില്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞത് യേശുവിൻ്റെ അമ്മ മറിയം സഹരക്ഷകയല്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിൽ, അന്നത്തെ ആ ഒരു തീക്ഷ്ണതയിൽ ഞാൻ പഠിപ്പിച്ചത് അമ്മയില്ലാത്ത മക്കള്. അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് ഹീലിംഗ് കിട്ടുമെന്ന്. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം അതാ പറയുന്നേ. ഹല്ലേലൂയ. അങ്ങോട്ട് ഇങ്ങോട്ട് കരങ്ങൾ കൊടുത്തേ. സ്തോത്രം. ഒരു ദിവസമെങ്കിലും ഒന്ന് ഉപവസിക്കുന്നു പറ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരവും കൊണ്ടാണ് നടക്കണേ. ചിലരുടെയൊക്കെ വെയിറ്റ് എന്ന് പറയുന്നത് ത്രാസ് പോലും താങ്ങത്തില്ല, പൊട്ടി. ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോവുകയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര വണ്ണമാണ്. അങ്ങനെ ഇങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പം ഈ ഭാര്യ വന്ന് ഓട്ടോറിക്ഷ മുട്ടി. അപ്പം ഭാര്യ പറയണേ, അച്ചായ ആരോ എന്നെ തൊട്ട്. ഭർത്താവ് പറയണേ, തൊട്ടതല്ലടി, നിന്നെ മുട്ടി തേറും, ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു കിടക്കണത്. ചായ ആരോ എന്നെ തൊട്ടെന്ന്. എൻ്റെ പൊന്നുമക്കളെ, സ്തോത്രം. ചിലർക്ക് ഈ ഫാസ്റ്റിംഗ് എന്താ പറയുക, എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഈ ഉപവാസം ഒന്ന് തീർന്നെങ്കിലും. ഈ കൊതിയെന്ന് പറയുന്നുണ്ടല്ല, വല്ലാത്തതാണ്. ചിലർക്ക് അവർ തന്നെ രോഗി, കണ്ണിൽ കാണുന്നതെല്ലാം വലിച്ച് തിന്നിട്ട് രോഗിയായിട്ടിരിക്കുകയാണ്. സ്തോത്രം. പാവം ഭർത്താവിനൊരു സമാധാനം കൊടുക്കും. ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് ബ്രിങ്സ് ഹീലിംഗ്. ഉപവാസം
സൗഖ്യം കൊണ്ടുവരും. ചില കുടുംബത്തിൻ്റെ രോഗം മാറണമെങ്കിൽ ഫാസ്റ്റ് ചെയ്യണം, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഈ പ്രായമൊക്കെ നല്ല പ്രായമാണ്. സ്തോത്രം. എന്നാ അമ്മ ഇന്ന് കഞ്ഞി വെക്കാത്തേ? അതേടാ കുട്ട, ഇന്ന് ഒരു പ്രത്യേകവും നിയോഗത്തിന് നമ്മൾ ഉപവസിക്കാൻ. എങ്കിലും ഒരു ഇത്തിരി കഞ്ഞിവെള്ളം എനിക്ക് തന്നെ കേട്ടാ. തരാം. സ്തോത്രം. ഒരു ആൻറ്റി 3 പെൺമക്കളാ. സ്തോത്രം. 5-ാമത്തെ വയസ്സോട്ട് ഈ പെൺമക്കളെ ഫാസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? എന്നും ആ കുഞ്ഞുങ്ങൾ ആ ചൈതന്യത്തിൽ 3 പേരും കുടുംബസ്ഥരാ. ഈ 3 പെൺമക്കളും. സ്തോത്രം. വളർത്തണമെങ്കിലേ അങ്ങനെ വളർത്തണം. അല്ല അന്തക്കട എന്തക്കട ഒരു അനുസരണം. കുഞ്ഞിൻ്റെ കാര്യമല്ല കേട്ടോ, ഇവിടെ വരാത്ത കുഞ്ഞിൻ്റെ കാര്യം ഈ പറയുന്നത്. സ്തോത്രം. കുടുംബത്തോടെ ഒരു ഹീലിംഗ് വേണമെങ്കിൽ ഫാസ്റ്റിങ്. ചില കുടുംബമായിട്ട് എല്ലാവരും രോഗികളാണ്. ശാരീരിക രോഗത്തിൻ്റെ കാര്യമല്ല, ആത്മീയ രോഗത്തിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. രോഗം ശാരീരികവും ആത്മീയപരമായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ആത്മീയ രോഗികളാണ് സഭയുടെ അകത്ത് അടിയുണ്ടാക്കുന്നത്. സ്തോത്രം. തിന്നിങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് നീ പണിയാത്ത നീ കുഴിക്കാത്ത കിണറും നീ നടാത്ത മുന്തിരിത്തോട്ടവും നീ പണിയാത്ത വലിയ ഭവനം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി എന്നെ മറക്കലെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയണം. ആവർത്തന പുസ്തകത്തിലുള്ള. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ അടുക്കളയുടെ അകത്ത് കയറി ഇറങ്ങി കണക്ക് പറഞ്ഞ് തിന്നുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്ക് തന്നാ കൊള്ളാം എന്ന് മാത്രം മനോഭാവം ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ബാക്കിയുള്ളതൊന്നും തൊടാൻ പറ്റുന്നില്ല. എങ്കിൽ ഈ ടിപ്പ് ഓർത്തിരിക്കണേ. ഭാര്യമാർക്ക് വേണ്ടിയുള്ള ടിപ്പാണ്. എന്തിനും ഏതിനും ഭാര്യയെ വഴക്ക് പറയും, കുറ്റം പറയും, ഇടിക്കുകയും ചെയ്യുന്ന അഭിഷേകമുള്ള ഒരു ഭർത്താവ്. പാവം ഇതിൻ്റെ ഇടി കൊണ്ട് ചില ഭാര്യമാർക്ക് ഇടി കിട്ടേണ്ട സമയത്ത് ഇടി വന്നില്ലെങ്കിൽ വീട്ടിലിരി അരക്കുന്ന കൈപ്പിളയില്ലേ, അമ്മിക്കല്ല, അതിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഇടിക്കാൻ ഇതിയാൻ വീട്ടിലില്ല. അങ്ങനെയുള്ള ഭാര്യയല്ല, ഇത് ഡീസൻസിയുള്ള ഭാര്യയാണ്. ഇടികൊണ്ട് മടുത്തു. ഈ ഭാര്യ ഒരു തീരുമാനമെടുത്തു, ഈ മനുഷ്യന് ഒരു പാഠം പഠിപ്പിക്കണം. എന്തു ചെയ്യുമെന്ന് അറിയാമോ? ഈ പച്ച മരുന്ന് വിൽക്കുന്ന അങ്ങാടിക്കട ഇല്ലയോ, അവിടെ ഈ നീർവാള എന്നും പറഞ്ഞൊരു സാധനം, ഈ മല്ലിയുടെ കൂടെ വളരുന്ന സാധനമാണ്, കളയാണ്. അത് വാങ്ങിക്കാൻ കിട്ടും, നീർവാള എന്ന. അത് വാങ്ങിച്ച് അതിൻ്റെ പ്രത്യേകത, ഈ നീർവാള എങ്ങാനും കറിയുടെ അകത്ത് വീണാൽ ആ കറി കൂട്ടുന്നവൻ്റെ ആ പീസ് അടച്ചു പൂട്ടും. സ്തോത്രം. അർത്ഥം പിടികിട്ടിയാ? അർത്ഥം പിടികിട്ടിയെന്ന് തോന്നുന്നു, ഇല്ലയോ? ഈ ഭാര്യ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കറി വെച്ചു. ഈ മനുഷ്യൻ അടുത്ത് ആണ് ഓഫീസ്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വന്നോ, സൂട്ടും കോട്ടും ഒക്കെ ഊരിയിട്ട് വിശാലമായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നോ. ഭാര്യ നന്നായിട്ട് വിളമ്പി കൊടുത്തു. അപ്പോഴും കുറ്റം പറഞ്ഞു. ആഹാരമൊക്കെ കഴിച്ച് സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് ഓടി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറി. വീട്ടിൽ ഓപ്പറേഷൻ തിയേറ്റർ ഏതാണെന്നറിയാവോ? വീട്ടിലെ കക്കൂസ്. ഇടും ഊരും ഓടും, ഇടും ഊരും ഓടും, ഇടും ഊരും ഓടും. 3-4 പ്രാവശ്യം ഇടിയോ ഊരിയോ ഓടുകയും ചെയ്ത് ഈ ഭാര്യ ജനലിൻ്റെ ഇടയിൽ നിന്ന് ഊറി ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയണേ, കൗൺസിലിങ്ങിൽ വന്നതാണ്, അച്ഛാ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ചില ഭർത്താക്കന്മാർക്ക്, ഇവിടെ ഇരിക്കുന്നവർക്കല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ കുറവില്ലെന്ന് തോന്നുന്നത്. പക്ഷേ ഇത്തിരി അമ്മക്കൂറയുടെ കുറവുണ്ട്. അമ്മക്കൂറ, കുട്ടിക്കൂറ. അപ്പോൾ
ഇനി ഒരു കാര്യം, ഇത് നീർവാള, വചനം ഓർത്തില്ലെങ്കിൽ ഈ വാളയുടെ കാര്യം ഓർത്തേക്കണേ. അപ്പോൾ ഇത് വാങ്ങിച്ച് കറി വെക്കുമ്പോൾ പ്രത്യേകം ഭാര്യമാർ ശ്രദ്ധിക്കണം, ഈ കറിക്ക് ഉപ്പ് നോക്കാൻ പോകരുത്. ഉപ്പ് നോക്കാൻ പോയാൽ ഭർത്താവ് വരുമ്പോൾ വിളമ്പി കൊടുക്കാൻ നിങ്ങളുണ്ടാകത്തില്ല. ഇത്തരത്തിലുള്ള അവസ്ഥയോട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അത് രോഗമാണ്, അതിന് ഹീലിംഗ് ആവശ്യമാണ്. സ്തോത്രം. അതിനാണ് ഫാസ്റ്റിംഗ്, ഉപവാസ പ്രാർത്ഥന ഹീലിംഗ് കൊണ്ടുവരികയാണ്, അല്ലേ? ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 35 വാക്യം, ഞാൻ വാക്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 35-ാം വാക്യം, 1 രാജാക്കന്മാർ 21-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെ. ഇനിയുള്ള പോയിൻറ്റ്സ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. അത് എഴുതുന്നവർ എഴുതിയെടുക്കുക. സ്തോത്രം. ഇത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. 5-ാമത്തെ പോയിന്റ്, ഫാസ്റ്റിംഗ് ക്യാൻ പ്രിപ്പയർ യു ഫോർ ദ കോൾ ഓഫ് ഗാഡ്. ഉപവാസ പ്രാർത്ഥന ദൈവത്തിൻ്റെ വിളിയിലേക്ക് നമ്മളെ ഒരുക്കുന്നതാണ്. അതിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 59 വരെ, എഫെസ്യ ലേഖനം 6:17. ഈ തിരുവചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഫാസ്റ്റിംഗ് ക്യാൻ പ്രിപ്പയർ യു ഫോർ ദ കോൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിളിക്ക് ഹല്ലേലൂയ ഉത്തരം കൊടുക്കാനായി നമ്മളെ ഒരുക്കുന്നതാണ്. അതിന് ഉത്തമമായ മാതൃക കർത്താവ് തന്നെ കാണിച്ചു തന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമായി യേശു ക്രിസ്തു ഉപവസിച്ചെങ്കിൽ, പച്ചമരം ഉപവസിച്ച് കാണിച്ചെങ്കിൽ, ഉണക്കക്കൊള്ളി എത്ര പ്രാവശ്യം നീ ഉപവസിക്കണം? സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയില്ല, ഉപവാസത്തിലും പ്രാർത്ഥനയല്ലാതെ ഈ അടുത്തിരിക്കുന്നതിനെ ഇവറ്റകളെ പുറത്താക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞ ആര്? ഈ അടുത്തിരിക്കുന്നതിനെ ഉപവാസത്തിലും പ്രാർത്ഥനയായാലും ജീവിതത്തിൽ ജയിക്കണമോ? കുടുംബജീവിതത്തിൽ ജയിക്കണമോ? ഏത് മേഖലയിലും ജയിക്കണമോ? മക്കളെ, സ്തോത്രം. ഉപവസിക്കുമ്പോൾ നീ ദൈവമായിട്ട് കമ്മിങ് ക്ലോസർ. ഹല്ലേലൂയ. ഹാനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്ന്. അങ്ങോട്ട് ഇങ്ങനെ കരങ്ങൾ കൊടുത്ത് ഈ വെറുതെ ഇങ്ങനെ തിന്ന് നടന്നാൽ മതിയാ, എടുക്കപ്പെടേണ്ടതെന്ന് ചോദിരി. അതെ, എടുക്കപ്പെടാനുള്ളവരാണ് നമ്മൾ. ഇവിടെ ചത്ത് ചീഞ്ഞ് നാറിപ്പോകാനുള്ളതല്ല. നമുക്കൊരു ഭവനം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയുള്ള പോയിന്റ് മറ്റൊരു അവസരത്തിൽ ഞാൻ വന്ന് പങ്കുവയ്ക്കാം. ഇപ്പോൾ തൽക്കാലം മണി 8-9 ആയില്ലേ? 8-9. എൻ്റെ ക്ലോക്ക് ചില സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു വരണം. അപ്പോൾ 8 മണിയെന്നൊക്കെ പറഞ്ഞാൽ 8 ആയില്ലേ, എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ. ചില വാച്ച് നോക്കികൾ ചിലപ്പോൾ വരുവേ, അവരിങ്ങനെ നോക്കിയിരുന്ന് കോട്ടുവായൊക്കെ ഇട്ട് നമ്മളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ ഇന്നാരും കോട്ടുവായിട്ട് എന്നെ വിളിച്ചില്ല. സ്തോത്രം. വിളിക്കാനൊട്ടുള്ള സമയവും കിട്ടിയതും ഇല്ല. ചിലരൊക്കെ തയ്യാറൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുമ കാണിച്ച്, പക്ഷെ ഞാൻ വീഴത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടെ വചനം ധ്യാനിക്കേണ്ടത്, കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ആ ജീവിതത്തിൻ്റെ ലെവലിൽ ഇറങ്ങി വന്ന് നമ്മൾ തൊടുക. ഇറ്റ്സ് ഫോർ യു. നിന്നോടായി സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം, നിന്നോടായി സംസാരിക്കുന്നത്. എന്നോട് മാത്രമാണ് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ.